മജ്ജ്ഹിമനികായ 125 ദന്തഭൂമി സുത്ത്. ഇന്ദ്രിയസുഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഒരിക്കലും ധ്യാനത്തിൻ്റെ മൂർധന്യസ്ഥിതിയിലെത്താൻ സാധിക്കില്ല, ധ്യാനത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കില്ല എന്നതിനെ പറ്റിയിട്ടാണ് ഈ സൂത്രം. അതിന് ഭഗവാൻ 2 ഉദാഹരണങ്ങളും കൊടുക്കുന്നുണ്ട്. യുക്തിവാദികളും അതേപോലെ തന്നെ സാധാരണക്കാരും ഇങ്ങനെ പറയാറുണ്ട്, ഒരിക്കലും ധ്യാനത്താൽ നമ്മൾക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. തലയിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു സുഖം അനുഭവപ്പെടുന്നത്. നമ്മളുടെ അനുഭവങ്ങൾ മുഴുവൻ ന്യൂറോൺ ഉള്ളിൽ ഫയർ ചെയ്യുന്നതിൻ്റെ അനുഭവമാണ്. ഒരിക്കലും ആത്യന്തികമായിട്ടുള്ള സമാധിയോ അതേപോലെ തന്നെ അതീന്ദ്രിയങ്ങളായിട്ടുള്ള അനുഭവങ്ങളോ നമ്മൾക്കുണ്ടാകില്ല എന്നെല്ലാം പറയുന്ന ഒരുപാട് യുക്തിവാദികളും അതേപോലെ തന്നെ സാധാരണ ജനങ്ങളുമുണ്ട്. കാരണം അവരുടെ മനസ്സിൻ്റെ ക്ഷമതയില്ലായ്മ കൊണ്ടാണ് അവർക്കത് മനസ്സിലാവാത്തത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. ഇതിൻ്റെ 2 ഉദാഹരണം ഭഗവാൻ കൊടുക്കുന്നുണ്ട്. ഒരു ആനയുടെ ഉദാഹരണവും അതേപോലെ തന്നെ ഒരു പർവ്വതത്തിൻ്റെ ഉദാഹരണവും. അപ്പോൾ തീർച്ചയായും അത്തരക്കാർക്ക് ഈ സൂത്രം നമുക്ക് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ രാജഗൃഹത്തിൻ്റെ അടുത്ത് നിവസിക്കുകയായിരുന്നു. അവിടെ മുളിയുടെ വനമുണ്ട്, അണ്ണാന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം, അവിടെ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് അചിരവത എന്ന് പറയുന്ന ഒരു ശ്രമണൻ കാട്ടിൽ ഒരു പർണശാലയുണ്ടാക്കി അവിടെ താമസിക്കുകയായിരുന്നു. ശ്രമണൻ എന്ന് പറയുന്ന സമയത്ത് പുതിയ ഒരു ഭിക്ഷു, അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സാമണേരൻ എന്നാണ് പറയുന്നത്. ആ സമയത്ത് ജയസേനൻ എന്ന് പറയുന്ന രാജകുമാരൻ നടക്കാനിറങ്ങിയതായിരുന്നു. ജയസേന രാജകുമാരൻ അചിരവത എന്ന് പറയുന്ന ആ ശ്രാമണൻ്റെ അടുത്ത് പോയി. എന്നിട്ട് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. എന്നിട്ട് കുശല പ്രശ്നങ്ങൾ ചെയ്തു. അഭിവാദ്യവും കുശല പ്രശ്നങ്ങൾക്കും ശേഷം ആ ജയസേന രാജകുമാരൻ ഒരു ഭാഗത്ത് ഇരുന്നതിന് ശേഷം അചിരവത എന്ന് പറയുന്ന ആ പുതിയ ഭിക്ഷുവിനോട് ഇങ്ങനെ പറഞ്ഞു, അഗ്വേസന, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അഗ്വേസന എന്ന് പറയുന്ന സമയത്ത് പൊതുവായിട്ടുള്ളൊരു വാക്യമാണ്. ഒരു ഭിക്ഷു അപ്രമാദത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി, അധിഷ്ഠാനത്തോടുകൂടി ജോലി ചെയ്യുകയാണെങ്കിൽ ആ ഭിക്ഷുവിന് ചിത്തത്തിൻ്റെ ഏകാഗ്രത ലഭിക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും സത്യമാണ് രാജകുമാര, അത് തീർച്ചയായിട്ടും സത്യമാണ് രാജകുമാര എന്ന് അചിരവത എന്ന് പറയുന്ന ആ ഭിക്ഷു പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു ഭിക്ഷു അപ്രമാദത്തോടുകൂടി വളരെ ഉത്സാഹത്തോടുകൂടി ജോലി ചെയ്യുകയാണ് എങ്കിൽ, ദൃഢനിശ്ചയത്തോടുകൂടി ജോലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭിക്ഷുവിന് ചിത്തത്തിൻ്റെ ഏകാഗ്രത ലഭിക്കുന്നതാണ്. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, അഗ്വേസന, താങ്കൾ പഠിച്ച വിധത്തിൽ, താങ്കൾ ഓർത്ത വിധത്തിൽ എന്നെ ധർമ്മം പഠിപ്പിച്ചാലും. അചിരവത ഭിക്ഷു ഇങ്ങനെ പറഞ്ഞു, രാജകുമാര, ഞാൻ അതിന് യോഗ്യനല്ല, താങ്കളെ ധർമ്മം പഠിപ്പിക്കാൻ ഞാൻ യോഗ്യനല്ല. എന്തെന്നാൽ ഞാൻ പഠിച്ച രീതിയിൽ, ഓർമ്മിച്ച രീതിയിൽ ഞാൻ താങ്കളെ ധർമ്മം പഠിപ്പിക്കുകയാണ് എങ്കിൽ താങ്കൾക്ക് അത് മനസ്സിലായി എന്ന് വരില്ല, അതിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വരില്ല. അതുമൂലം എനിക്ക് കഷ്ടവും ബുദ്ധിമുട്ടും ഉണ്ടാകും. അപ്പോൾ രാജകുമാരൻ വീണ്ടും പറഞ്ഞു, അഗ്വേസന, ദയവ് ചെയ്ത് എന്നെ താങ്കൾ പഠിച്ചതും ഓർത്തതുമായിട്ടുള്ള ധർമ്മത്തെ പഠിപ്പിക്കുക. അഗ്വേസന, ഞാൻ താങ്കൾ പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി രാജകുമാര, ഞാൻ പഠിച്ച വിധത്തിൽ, ഓർത്ത പ്രകാരത്തിൽ ഞാൻ താങ്കളെ ധർമ്മം പഠിപ്പിക്കാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം താങ്കൾക്ക് മനസ്സിലാകുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അതില്ലെങ്കിൽ നമ്മൾ 2 പേർക്കും നമ്മുടെ ജോലി തന്നെ ചെയ്യാം. അതിനെപ്പറ്റി കൂടുതൽ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത്. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, അഗ്വേസന, ദയവ് ചെയ്ത് താങ്കൾ പഠിച്ചതും ഓർത്തതുമായിട്ടുള്ള ധർമ്മത്തെ എനിക്ക് പഠിപ്പിച്ചു തന്നാലും. എനിക്ക് താങ്കൾ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. എനിക്ക് അർത്ഥം മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ താങ്കളെ ശല്യപ്പെടുത്തില്ല. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കില്ല. അപ്പോൾ അചിരവത എന്ന് പറയുന്ന ആ ശ്രാമണേരൻ ജയസേന രാജകുമാരന് അദ്ദേഹം പഠിച്ചിട്ടുള്ള ധർമ്മത്തെ, ഓർത്തിട്ടുള്ള ധർമ്മത്തെ അതേപോലെ തന്നെ പഠിപ്പിച്ചു കൊടുത്തു. അചിരവതൻ എന്ന ഭിക്ഷു പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ജയസേനൻ രാജകുമാരൻ അചിരവതനോട് ഇങ്ങനെ പറഞ്ഞു, അഗ്വേസന, ഇത് തീർത്തും അസംഭവ്യമാണ്. ഒരു ഭിക്ഷു ദൃഢനിശ്ചയത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി, അപ്രമാദത്തോടുകൂടി ധ്യാനിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ചിത്തത്തിൻ്റെ ഏകാഗ്രത ലഭിക്കും എന്നുള്ള കാര്യം തീർത്തും അസംഭവ്യമാണ്.
ജയസേന രാജകുമാരൻ ഇത് തീർത്തും അസംഭവ്യമാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആസനത്തിൽ നിന്നും എഴുന്നേറ്റതിന് ശേഷം അദ്ദേഹം പോയി. ജയസേന രാജകുമാരൻ പോയതിന് ശേഷം അജിരവത എന്ന് പറയുന്ന ഭിക്ഷു ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് ഭഗവാനോട് നടന്നുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ പറഞ്ഞു. അജിരവത എന്ന ആ ഭിക്ഷു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, അഗ്നിവേശന, ഇതല്ലാതെ മറ്റെന്താണ് സംഭവിക്കാൻ പോകുന്നത്? ജയസേന രാജകുമാരൻ ഇന്ദ്രിയ സുഖങ്ങളുടെ ഇടയ്ക്കാണ് വസിക്കുന്നത്. അവയെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ദ്രിയ സുഖങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്ദ്രിയ സുഖങ്ങളെ അനുഭവിക്കാനുള്ള വെമ്പൽ എല്ലാ സമയത്തും ഉണ്ട്. കൂടുതൽ കൂടുതൽ ഇന്ദ്രിയ സുഖങ്ങളെ അനുഭവിക്കാനാണ് ശ്രമിക്കുന്നത്. നിഷ്ക്രമണം മൂലം അല്ലെങ്കിൽ സന്യാസം മൂലം ഒരു വ്യക്തിക്ക് ലഭിക്കാൻ സാധിക്കുന്ന, കാണാൻ സാധിക്കുന്ന, മനസ്സിലാക്കാൻ സാധിക്കുന്ന, അറിയാൻ സാധിക്കുന്ന കാര്യത്തെ ജയസേന രാജകുമാരന് അറിയാനോ കാണാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. നമ്മൾ നേരത്തെയും സൂത്രങ്ങളിൽ ഒരുപാട് പ്രാവശ്യം ഇത് കണ്ടിട്ടുണ്ട്. അതായത് ഭഗവാൻ രണ്ട് തരത്തിലുള്ള സുഖങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഇന്ദ്രിയ സുഖം, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന സുഖം. അത് നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നിഷ്ക്രമണ സുഖം, അതായത് സന്യാസം അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞിട്ടുള്ള ഒരു സുഖമുണ്ട്. അത് നമ്മൾക്ക് ഒരിക്കലും ലഭിക്കില്ല. പ്രത്യേകിച്ചിട്ട് ധ്യാനങ്ങളെല്ലാം ചെയ്യുന്ന സമയത്തുള്ള ആ പ്രീതി സുഖം എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിക്ക് അത് ലഭിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഇന്ദ്രിയ സംവരം, അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് കണ്ണിനാൽ രൂപം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നിമിത്തത്തെ ഗ്രഹിക്കരുത്, അതിനെപ്പറ്റി ചിന്തിക്കരുത് എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ചക്കുവിന്യേ രൂപ ഇട്ട ഗന്ധ മനാപ എന്നെല്ലാം പറയുന്നത്. അതായത് കണ്ണിനാൽ കാണപ്പെടുന്ന രൂപം അത് ഇഷ്ടമാണ്, പ്രിയപ്പെട്ടതാണ്, മനസ്സിന് അനുകൂലമാണ്, സുഖകരമാണ്, കാമത്തെ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇത് അകുശലധർമ്മമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതേപോലെ തന്നെ 5 ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളും. ഉദാഹരണമായിട്ട് അഗ്നിവേശന, ആനയുടെ, കുതിരയുടെ, കാളയുടെ ഒരു ജോഡിയുണ്ട് എന്ന് കരുതുക. അതായത് 2 വീതം ഉള്ള ഒരു ജോഡി ഉണ്ട് എന്ന് കരുതുക. അവ ശരിയായിട്ട് വശത്താക്കപ്പെട്ടിട്ടുള്ളതാണ്, നല്ല രീതിയിൽ അഭ്യസിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഈ ആനയുടെ, കുതിരയുടെ, കാളയുടെ മറ്റൊരു ജോഡിയും ഉണ്ട് എന്ന് കരുതുക. അതിനെ നമ്മൾ വശത്താക്കുകയോ അഭ്യസിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അഗ്നിവേശന, താങ്കൾ എന്താണ് കരുതുന്നത്? ആ വശത്താക്കുകയും അഭ്യസിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആന, അതേപോലെ തന്നെ കുതിര, അതേപോലെ തന്നെ കാളയുടെ ജോഡി, അഭ്യസിപ്പിക്കപ്പെട്ട, വശത്താക്കപ്പെട്ട ആ മൃഗങ്ങളുടെ ജോലി ശരിക്കും ചെയ്യില്ലേ? തീർച്ചയായിട്ടും ബന്ധേ. എന്നാൽ അഗ്നിവേശന, വശപ്പെടുത്താത്ത ആനയുടെ, കുതിരയുടെ, കാളയുടെ ജോഡി, ആ ജോഡികൾക്ക് വശപ്പെടുത്തിയ ആനയുടെ, കുതിരയുടെ, കാളയുടെ ജോഡികളുടെ ജോലി ചെയ്യാൻ സാധിക്കുമോ? അതേ അവസ്ഥ വരെ മറ്റുള്ളവയ്ക്ക് എത്താൻ സാധിക്കുമോ? ഇല്ല ബന്ധേ. അതുപോലെ തന്നെയാണ് അഗ്നിവേശന. ജയസേന രാജകുമാരൻ ഇന്ദ്രിയ സുഖങ്ങൾക്ക് നടുവിലാണ് താമസിക്കുന്നത്. ഇന്ദ്രിയ സുഖങ്ങളെ ആസ്വദിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രിയ സുഖങ്ങളെപ്പറ്റി ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രിയ സുഖങ്ങളെ അനുഭവിക്കാൻ വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഇന്ദ്രിയ സുഖങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ആ രാജകുമാരന് ഒരിക്കലും നിഷ്ക്രമണത്താൽ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഏതൊരു കാര്യത്തെ അറിയാനോ കാണാനോ മനസ്സിലാക്കാനോ സാധിക്കുമോ, ആ കാര്യത്തെ ഒരിക്കലും ജയസേന രാജകുമാരന് കാണാനോ അറിയാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. ഇത് ജയസേന രാജകുമാരൻ്റെ മാത്രം കാര്യമല്ല, നമ്മൾ സാധാരണരായിട്ടുള്ള ഗൃഹസ്ഥന്മാരുടെ കാര്യവും ഇത് തന്നെയാണ്. കാരണം അവർ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അവർക്ക് ഒരിക്കലും ധ്യാനത്തിൻ്റെ സുഖം ഒരിക്കലും അനുഭവിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ അതിൻ്റെ ഏകാഗ്രത എന്ന് പറയുന്ന കാര്യം അവർക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. മനസ്സിനെ ഏത് രീതിയിൽ ഏകാഗ്രമാക്കാം, അതിനെ സ്വായത്തമാക്കാം, അതിനെ നമ്മുടെ വശത്താക്കാം എന്നതിനെപ്പറ്റി അവർക്ക് യാതൊരുവിധ അറിവും ഇല്ല. അതിൻ്റെ ഉദാഹരണമാണ് ഭഗവാൻ ഇനി പറയാൻ പോകുന്നത്. ഉദാഹരണമായിട്ട് അഗ്നിവേശന, ഒരു വലിയ ഒരു പർവ്വതമുണ്ട് എന്ന് കരുതുക. അത് ഗ്രാമത്തിൽ നിന്നോ പട്ടണത്തിൽ നിന്നോ അധികം ദൂരത്തെയല്ല. അപ്പോൾ 2 സുഹൃത്തുക്കൾ ആ ഗ്രാമത്തിൽ നിന്ന് അല്ലെങ്കിൽ പട്ടണത്തിൽ നിന്ന്
പുറപ്പെട്ടു. അവർ രണ്ടുപേരും പരസ്പരം സഹായിച്ചുകൊണ്ട് ആ പർവ്വതത്തിൻ്റെ അടുത്ത് എത്തി. പർവ്വതത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു സുഹൃത്ത് പർവ്വതത്തിൻ്റെ താഴെ തന്നെ നിന്നു. എന്നാൽ മറ്റേ സുഹൃത്ത് പർവ്വതത്തിൻ്റെ മുകളിൽ കയറി. അപ്പോൾ പർവ്വതത്തിൻ്റെ താഴെ നിൽക്കുന്ന സുഹൃത്ത് പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന സുഹൃത്തിനോട് ഇങ്ങനെ പറയുന്നു: സുഹൃത്തെ, താങ്കൾ പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് എന്ത് കാഴ്ചകളാണ് അവിടെ നിന്ന് താങ്കൾക്ക് കാണാൻ കഴിയുന്നത്? അപ്പോൾ ആ സുഹൃത്ത് ഇങ്ങനെ മറുപടി പറയും: പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് മനോഹരമായിട്ടുള്ള ഉദ്യാനങ്ങളെ എനിക്ക് കാണാൻ സാധിക്കും, മനോഹരമായിട്ടുള്ള വനത്തെ എനിക്ക് കാണാൻ സാധിക്കും, പുൽമേടകളെ എനിക്ക് കാണാൻ സാധിക്കും, അതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള താമരക്കുളങ്ങളെയും എനിക്ക് കാണാൻ സാധിക്കും. എന്നാൽ താഴെ നിൽക്കുന്ന ആ സുഹൃത്ത് ഇങ്ങനെ പറയും: ഇത് തീർത്തും അസംഭവ്യമാണ്, ഇത് ഒരിക്കലും സംഭവിക്കില്ല. പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് താങ്കൾക്ക് ഒരിക്കലും മനോഹരമായിട്ടുള്ള ഉദ്യാനങ്ങളെയോ പുൽമേടകളെയോ വനങ്ങളെയോ താമരക്കുളങ്ങളെയോ കാണാൻ സാധിക്കില്ല. അപ്പോൾ പർവ്വതത്തിൻ്റെ മുകളിലുള്ള ആ കൂട്ടുകാരൻ താഴെ ഇറങ്ങിയതിന് ശേഷം താഴെ നിൽക്കുന്ന കൂട്ടുകാരനെ കൈപിടിച്ചുകൊണ്ട് പർവ്വതത്തിൻ്റെ മുകളിൽ എത്തുന്നു. പർവ്വതത്തിൻ്റെ മുകളിൽ എത്തിയതിന് ശേഷം സാധാരണ ശ്വാസത്തിൽ വന്നുകൊണ്ട് അവർ ഇങ്ങനെ പറയും: സുഹൃത്തെ, പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് താങ്കൾ ഇപ്പോൾ എന്താണ് കാണുന്നത്? അപ്പോൾ ആ സുഹൃത്ത് ഇങ്ങനെ ഉത്തരം കൊടുക്കും: പർവ്വതത്തിൻ്റെ ഈ ശിഖരത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് മനോഹരമായിട്ടുള്ള ഉദ്യാനങ്ങളെയും വനങ്ങളെയും അതേപോലെ തന്നെ പുൽമേടകളെയും താമരക്കുളങ്ങളെയും കാണാൻ സാധിക്കും. അപ്പോൾ ആ കൂട്ടുകാരൻ ഇങ്ങനെ പറയും: പക്ഷേ താങ്കൾ ഇതിനു മുൻപ് ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു, പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താങ്കൾക്ക് മനോഹരമായിട്ടുള്ള ഉദ്യാനത്തെയോ വനത്തെയോ പുൽമേടകളെയോ താമരക്കുളങ്ങളെയോ കാണാൻ പറ്റില്ല, ഇത് അസംഭവ്യമാണ് എന്ന് താങ്കൾ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. എന്നാൽ ഇപ്പോൾ താങ്കൾ ഇങ്ങനെ പറയുന്നു, പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് എനിക്ക് മനോഹരമായിട്ടുള്ള ഉദ്യാനങ്ങളെയും വനത്തെയും പുൽമേടുകളെയും അതേപോലെ തന്നെ താമരക്കുളത്തെയും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആ സുഹൃത്ത് ഇങ്ങനെ പറയും: പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തെ, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊന്ന് എനിക്ക് കാണാമായിരുന്നോ ആ കാഴ്ച ഈ വലിയ പർവ്വതം മറച്ചു. ഈ പർവ്വതം മൂലം എനിക്ക് ആ കാഴ്ചകൾ കാണാൻ സാധിച്ചില്ല, അതാണ് അതിൻ്റെ കാരണം. എന്നാൽ അഗ്നിവേശന അതിനേക്കാൾ വലുതാണ് ജയസേന രാജകുമാരൻ്റെ അവിദ്യ. ആ അവിദ്യ ജയസേന രാജകുമാരനെ മൂടിയിരിക്കുകയാണ്, പൊതിഞ്ഞിരിക്കുകയാണ്, ജയസേന രാജകുമാരനെ ആവരണം ചെയ്തിരിക്കുകയാണ്. ജയസേന രാജകുമാരൻ ഇന്ദ്രിയസുഖങ്ങൾക്ക് മധ്യത്തിലാണ് താമസിക്കുന്നത്, അവയെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇന്ദ്രിയസുഖങ്ങളെ പറ്റിയുള്ള ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്, ഇന്ദ്രിയസുഖങ്ങളെ ആസ്വദിക്കാൻ വെമ്പൽ കൊണ്ട് നടക്കുകയാണ്, കൂടുതൽ ഇന്ദ്രിയസുഖങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിച്ച് നടക്കുകയാണ്. അതിനാൽ നിഷ്ക്രമണം മൂലം ഏതൊരു കാര്യത്തെ കാണാൻ സാധിക്കുമോ, അറിയാൻ സാധിക്കുമോ, മനസ്സിലാക്കാൻ സാധിക്കുമോ, അതിനെ ആ ജയസേന രാജകുമാരന് അറിയാനോ കാണാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. അഗ്നിവേശന, അതിനാൽ ഈ രണ്ട് ഉപമകൾ താങ്കൾ പറഞ്ഞിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ജയസേന രാജകുമാരന് താങ്കളിൽ വിശ്വാസം വന്നേനെ, താങ്കളിൽ വിശ്വാസം അർപ്പിച്ചേനെ. ബന്ദേ, പക്ഷെ ഭഗവാൻ അറിയുന്നത് പോലെ ഈ രണ്ടു ഉപമകൾ എൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും വന്നില്ല. എന്തെന്നാൽ ഈ ഉപമകളെ ഞാൻ ഒരിക്കലും മുൻപ് കേട്ടിട്ടില്ല. അതുകൂടാതെ ദിവ്യശക്തി കൊണ്ട് എനിക്ക് ഉപമകളും വന്നില്ല. ഉദാഹരണമായിട്ട് അഗ്നിവേശന, ഒരു ക്ഷത്രിയ രാജാവ് തൻ്റെ ആനകളെ കണ്ടുപിടിക്കുന്ന വ്യക്തിയോട് ഇങ്ങനെ പറയുകയാണ്. ആനയെ കണ്ടുപിടിക്കുന്ന വ്യക്തിയെ ആ സമയത്ത് നാഗവനിക എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ട ആനയെ കണ്ടുപിടിക്കുന്ന പുരുഷ, രാജാവിൻ്റെ ആനയുടെ പുറത്തു കയറിയതിന് ശേഷം താങ്കൾ ആനകൾ താമസിക്കുന്ന വനത്തിൽ പോവുക. താങ്കൾ വനത്തിൽ ഒരു നല്ല കാട്ടാനയെ കാണുകയാണെങ്കിൽ അതിൻ്റെ കഴുത്തിൽ കയർ കെട്ടി രാജാവിൻ്റെ ആനയുടെ കഴുത്തിൽ കെട്ടുക. അപ്പോൾ ആനയെ കണ്ടുപിടിക്കുന്ന ആ വ്യക്തി ഇങ്ങനെ പ്രത്യുത്തരം കൊടുക്കും: ശരി ദേവ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആ വ്യക്തി ചെയ്യും. അദ്ദേഹം രാജാവിൻ്റെ ആനപ്പുറത്ത് കയറി കാട്ടിൽ പോയതിന് ശേഷം ഒരു കാട്ടാനയെ നോക്കുന്നു. കണ്ടതിന് ശേഷം ആ കാട്ടാനയുടെ കഴുത്തിൽ കയർ കെട്ടി രാജാവിൻ്റെ ആനയുടെ കഴുത്തിൽ അതിനെ ബന്ധിക്കുന്നു. അപ്പോൾ രാജാവിൻ്റെ ആന
ആ കാട്ടിലെ ആനയെ വലിച്ചിഴച്ച് കാട്ടിന് പുറത്തു കൊണ്ടുവരുന്നു. അത് ആദ്യമായിട്ടാണ് ആ ആന കാട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. അഗ്വേസന, ഒരു കാട്ടാന എപ്പോഴും കാട്ടിൽ തന്നെ ബന്ധിതനാണ്. കാട്ടിനോട് ആ ആനയ്ക്ക് ആസക്തിയുണ്ട്. അപ്പോൾ കാട്ടാനയെ തേടുന്ന ആ വ്യക്തി രാജാവിനോട് ഇങ്ങനെ സൂചന കൊടുക്കുന്നു: ദേവ, ഈ കാട്ടാനയെ ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ രാജാവ് ആ ആനയെ തേടുന്ന വ്യക്തിയോട് ഇങ്ങനെ പറയുന്നു: ദയവ് ചെയ്ത് ആനയെ പരിശീലിപ്പിക്കുന്ന പുരുഷ, ഈ കാട്ടാനയെ താങ്കൾ വശത്താക്കുക. അതിൻ്റെ കാട്ടിലെ സ്വഭാവം മാറ്റിയെടുക്കുക. കാട്ടിലെ അതിൻ്റെ ചിന്തകളെയും ഓർമ്മകളെയും ഇല്ലാതാക്കുക. അതിൻ്റെ കാട്ടിലുള്ള പ്രയാസം ഇല്ലാതാക്കുക, ക്ഷീണം ഇല്ലാതാക്കുക, അതിനോടുള്ള ആസക്തി ഇല്ലാതാക്കുക. അതിന് ഗ്രാമത്തിൽ തന്നെ സന്തോഷമായിട്ട് ഇരിക്കാനുള്ള മനസ്സുണ്ടാക്കുക. മനുഷ്യന്മാർക്ക് അടുത്തിടപഴകാനുള്ള സ്വഭാവം അതിന് ഉണ്ടാക്കുക. ശരി ദേവ എന്ന് പറഞ്ഞ് ആ ആനയെ പ്രശിക്ഷണം ചെയ്യുന്ന വ്യക്തി രാജാവിന് പ്രത്യുത്തരം കൊടുക്കുന്നു. എന്നിട്ട് ഒരു വലിയ മരത്തടിയെ ഭൂമിയിൽ കുഴിച്ചിടുന്നു. എന്നിട്ട് ഈ കാട്ടാനയെ ആ വലിയ തടിയുമായിട്ട് കഴുത്തിൽ കയർ കെട്ടി ബന്ധിക്കുന്നു. എന്നിട്ട് അതിൻ്റെ കാട്ടിലെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കുന്നു. കാട്ടിലെ അതിൻ്റെ ചിന്തകളും അതേപോലെ തന്നെ ഓർമ്മകളും മായ്ക്കാൻ ശ്രമിക്കുന്നു. കാട്ടിലെ അതിൻ്റെ ക്ഷീണം, അതേപോലെ തന്നെ പ്രയാസം, കാടിനോടുള്ള താല്പര്യം ഇത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഗ്രാമത്തിൽ സന്തോഷമായിട്ട് താമസിക്കാനുള്ള സ്വഭാവം അതിനുണ്ടാക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യന്മാരോട് ഇടപഴകാനുള്ള ഒരു സ്വഭാവം അതിന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആനയ്ക്ക് കേൾക്കാൻ മധുരമായിട്ടുള്ള തരത്തിൽ ഈ ആനയെ പ്രശിക്ഷണം ചെയ്യുന്ന വ്യക്തി സംസാരിക്കുന്നു. കാതിന് ഇമ്പമുള്ള ശബ്ദം മാത്രമാണ് പറയുന്നത്. പ്രിയമുള്ള വചനങ്ങൾ മാത്രമാണ് പറയുന്നത്. ഹൃദയത്തിൽ സ്പർശിക്കുന്ന സംസാരം മാത്രമാണ് സംസാരിക്കുന്നത്. വളരെ മര്യാദയോടുകൂടി ഇഷ്ടമുള്ള വ്യക്തികൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ആ ആനയെ മെരുക്കുന്ന വ്യക്തി ഈ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് ആ കാട്ടാന അതിനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അതിനെ കേൾക്കാനും അതേപോലെ തന്നെ മനസ്സിലാക്കാനും ശ്രമിക്കുന്നു. അപ്പോൾ ആ കാട്ടാനയെ മെരുക്കിയെടുക്കുന്ന വ്യക്തി ആ ആനയ്ക്ക് പുല്ലും അതേപോലെ തന്നെ ഭക്ഷണവും വെള്ളവും കൊടുക്കുന്നു. ആ കാട്ടാന വെള്ളത്തെയും അതേപോലെ തന്നെ ഭക്ഷണത്തെയും പുല്ലിനെയും സ്വീകരിക്കുന്ന സമയത്ത് ആ കാട്ടാനയെ മെരുക്കുന്ന വ്യക്തി ഇങ്ങനെ അറിയുന്നു: ഇനി ഈ കാട്ടാന തീർച്ചയായിട്ടും ജീവിക്കും. അപ്പോൾ ആ ആനയെ മെരുക്കുന്ന വ്യക്തി അതിന് പുതിയ ജോലി കൊടുക്കുന്നു. ഭവാൻ ഇതിനെ എടുത്താലും ഭവാൻ ഇതിനെ താഴ്ത്തു വെച്ചാലും. അപ്പോൾ കാട്ടാന അതിനെ എടുക്കുന്നു, കാട്ടാന അതിനെ താഴ്ത്തു വയ്ക്കുന്നു. ഈ കാട്ടാനയെ മെരുക്കുന്ന വ്യക്തിയുടെ നിർദ്ദേശങ്ങൾ കാട്ടാന അനുസരിക്കുന്നു. അപ്പോൾ ഈ വ്യക്തി കാട്ടാനയ്ക്ക് പുതിയ ജോലി കൊടുക്കുന്നു. ഭവാൻ മുന്നോട്ട് പോയാലും ഭവാൻ പിന്നോട്ട് വന്നു കഴിഞ്ഞാലും. അപ്പോൾ ഈ മെരുക്കുന്ന വ്യക്തിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ആ കാട്ടാന മുന്നോട്ട് പോകുന്നു, ആ കാട്ടാന പിന്നോട്ട് വരുന്നു. അപ്പോൾ ആ മെരുക്കുന്ന വ്യക്തി വീണ്ടും പുതിയ കാര്യങ്ങൾ ഈ കാട്ടാനയ്ക്ക് പറഞ്ഞു കൊടുക്കും. ഭവാൻ നിന്നാലും ഭവാൻ ഇരുന്നാലും. ഈ കാട്ടാനയെ മെരുക്കുന്ന വ്യക്തിയുടെ ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കാട്ടാന നിൽക്കുന്നു, ഇരിക്കുന്നു. അപ്പോൾ കാട്ടാനയെ മെരുക്കുന്ന ആ വ്യക്തി അതിന് അനക്കമില്ലാതെ നിൽക്കാനുള്ള പരിശീലനം കൊടുക്കുന്നു. കാട്ടാനയെ ഒരു വലിയ തടിയിൽ കെട്ടുന്നു. കുന്തമെടുത്ത ഒരു വ്യക്തിയെ അതിൻ്റെ കഴുത്തിലിരുത്തുന്നു. കുന്തമെടുത്തുള്ള വ്യക്തികൾ ആ കാട്ടാനയുടെ ചുറ്റും കൂടുന്നു. വലിയ ഒരു കുന്തവും എടുത്തുകൊണ്ട് ആ കാട്ടാനയെ പരിശീലിപ്പിക്കുന്ന വ്യക്തി ആ കാട്ടാനയുടെ മുൻപിൽ തന്നെ നിൽക്കുന്നു. ഈ അഭ്യാസം ചെയ്യുന്ന സമയത്ത് ആ കാട്ടാന മുന്നിലെ കാലുകൾ മുന്നോട്ട് വയ്ക്കുന്നില്ല, പിന്നിലെ കാലുകൾ പിന്നോട്ട് വയ്ക്കുന്നില്ല, മുൻഭാഗമോ പിൻഭാഗമോ ചലിപ്പിക്കുന്നില്ല. അതിൻ്റെ തലയോ കാതുകളോ കൊമ്പുകളോ വാലോ തുമ്പിക്കൈയോ ചലിപ്പിക്കുന്നില്ല. ആ കാട്ടാനയെ കുന്തങ്ങൾ കൊണ്ട് കുത്തുന്നു, വാളുകൾ കൊണ്ട് അതേപോലെ തന്നെ അമ്പുകൾ കൊണ്ട് മഴുകൊണ്ട് അതിനെ മുറിവേൽപ്പിക്കുന്നു. അതിനെല്ലാം ആ കാട്ടാന സഹിക്കുന്നു. യുദ്ധത്തിൽ മുഴക്കുന്ന വാദ്യോപകരണങ്ങളായിട്ടുള്ള വാദ്യോപകരണങ്ങൾ അത് അവിടെ മുഴക്കുന്നു. ഡ്രംസ്, കെറ്റിൽ ഡ്രംസ്, അതേപോലെ തന്നെ ശംഖ്,
മണികളുടെ നാദം ഇതെല്ലാം അവിടെ മുഴക്കുന്നു. അപ്പോൾ ഈ ആനയുടെ എല്ലാ കുറവുകളും നീങ്ങുന്നു, കുറവുകൾ ഇല്ലാതായിട്ട് മാറുന്നു, യാതൊരുവിധ കുറവുകളും ഇല്ലാത്ത ആനയായിട്ട് തീരുന്നു. അപ്പോൾ ഈ ആന ഒരു രാജാവിന് യോഗ്യനായിട്ട് തീരുന്നു, രാജാവിനെ സേവിക്കാൻ യോഗ്യനായിട്ട് തീരുന്നു. അത് രാജാവിൻ്റെ തന്നെ ഒരു അംഗമായിട്ട് തീരുന്നു. അഗ്നിവേശ ഇതേപോലെ തന്നെയാണ്. ഒരു തഥാഗതൻ ലോകത്തിൽ ഉൽപ്പന്നമാകുന്നു. അദ്ദേഹം അർഹന്തനാണ്, സമ്മാസമ്പുദ്ധനാണ്, വിദ്യയിലും ആചരണത്തിലും സമ്പന്നനാണ്, ശരിയായിട്ടുള്ള വഴിക്ക് പോയിട്ടുള്ള വ്യക്തിയാണ്, ലോകത്തെ അറിയുന്ന വ്യക്തിയാണ്. അധർമ്മപുരുഷന്മാരെ നേരായിട്ടുള്ള വഴി നയിക്കുന്നതിൽ ഏറ്റവും അഗ്രനായിട്ടുള്ള വ്യക്തിയാണ്. ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ശാസ്താവാണ്, ബുദ്ധനാണ്, ഭഗവാനാണ്. അദ്ദേഹം ഈ ലോകത്തിലെ ദേവന്മാരെ, മാരന്മാരെ, ബ്രഹ്മാവിനെ, ശ്രമണ ബ്രാഹ്മണന്മാരെ, പ്രജകളെ, ദേവന്മാരെ, മനുഷ്യന്മാരെ അവരെല്ലാം സ്വന്തം അന്തർദൃഷ്ടിയാൽ അറിഞ്ഞ് ഈ കാര്യം മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ആദിയിൽ കല്യാണകരമായിട്ടുള്ള ധർമ്മം, അതേപോലെ തന്നെ മധ്യത്തിൽ കല്യാണകരമായിട്ടുള്ള ധർമ്മം, അന്ത്യത്തിൽ കല്യാണകരമായിട്ടുള്ള ധർമ്മം, അർത്ഥവത്തും അതേപോലെ തന്നെ നല്ല രീതിയിൽ വിവരിക്കപ്പെട്ടതും ആയിട്ടുള്ള ധർമ്മമാണ്. കേവലം പരിപൂർണവും പരിശുദ്ധവുമായിട്ടുള്ള ഒരു ബ്രഹ്മചര്യമാണ് അദ്ദേഹം പ്രകാശിപ്പിക്കുന്നത്. ഒരു ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഗൃഹസ്ഥൻ്റെ പുത്രൻ ആ ധർമ്മത്തെ കേൾക്കുന്നു, അല്ലെങ്കിൽ നല്ല കുലത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തി ആ ധർമ്മത്തെ കേൾക്കുന്നു. അപ്പോൾ ആ ധർമ്മം കേട്ട് ആ വ്യക്തിക്ക് തഥാഗതനിൽ ശ്രദ്ധയുണ്ടാകുന്നു. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നു, ഗൃഹസ്ഥ ജീവിതം എന്ന് പറയുന്നത് ബന്ധിപ്പിക്കുന്നതാണ്, അനേക ദോഷങ്ങളുള്ളതാണ്. എന്നാൽ സന്യാസ ജീവിതം എന്ന് പറയുന്നത് തുറന്ന ഒരു ജീവിതമാണ്, ബന്ധനങ്ങളില്ലാത്ത ജീവിതം ആണ്. ഗ്രഹത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ശംഖ് പോലെ പരിശുദ്ധമായിട്ടുള്ള ബ്രഹ്മചര്യ ജീവിതം നയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. എന്തുകൊണ്ട് ഞാൻ എൻ്റെ മുടിയും താടിയും മുറിച്ച് കാഷായ വസ്ത്രം ധരിച്ച് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായിക്കൂടാ? കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ വ്യക്തി തൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള സമ്പാദ്യം ഉപേക്ഷിച്ച്, വലുതും ചെറുതുമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളെ ഉപേക്ഷിച്ച്, താടിയും മുടിയും വടിച്ച് കാഷായ വസ്ത്രം ധരിച്ച് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായിട്ട് തീരുന്നു. അഗ്നിവേശന ആ സമയത്ത് മാത്രമാണ് ആ ആര്യശ്രാവകൻ പുറത്തു വന്നിരിക്കുന്നത്. ആ സമയത്ത് മാത്രമാണ് ആ ആര്യശ്രാവകൻ തുറന്ന സ്ഥലത്ത് വന്നിരിക്കുന്നത്. അഗ്നിവേശന എന്തെന്നാൽ മനുഷ്യന്മാരും ദേവന്മാരും ഈ 5 ഇന്ദ്രിയ സുഖങ്ങളിൽ അല്ലെങ്കിൽ 5 കാമഗുണങ്ങളിൽ പെട്ട് കിടക്കുന്നവരാണ്. 5 കാമഗുണങ്ങളിൽ അവർ മുഴുകിയിരിക്കുന്നവരാണ്. അപ്പോൾ ഒരു വ്യക്തി ഭിക്ഷുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈ 5 കാമഗുണങ്ങളെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ആ വ്യക്തി പുറത്തു വന്നു എന്ന് പറയുന്നത്. അപ്പോൾ തഥാഗതൻ ആ വ്യക്തിയെ വീണ്ടും പരിശീലിപ്പിക്കുന്നു. ഭിക്ഷു വരിക, ഇനി താങ്കൾ ശീലത്തെ പാലിക്കുക, പാതിമോക്ഷത്തിലെ നിയമങ്ങളെ അനുസരിക്കുക, അതായത് വിനയത്തിലെ നിയമങ്ങളെ അനുസരിക്കുക. താങ്കൾ ശരിയായിട്ടുള്ള രീതിയിൽ പെരുമാറുക, ശരിയായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഭിക്ഷ എടുക്കാൻ പോകാവൂ. താങ്കൾ എടുത്തിട്ടുള്ള നിയമങ്ങളെ ശരിയായിട്ട് പാലിക്കുക. അതിൻ്റെ ചെറിയ ഒരു കുറ്റം പോലും വലിയ അപകടമാണ് എന്ന് മനസ്സിലാക്കുക. അഗ്നിവേശന ആ ആര്യശ്രാവകൻ ശീലവാൻ ആയിരിക്കുന്ന സമയത്ത്, വിനയത്തിലെ എല്ലാ നിയമങ്ങളെയും അനുസരിക്കുന്ന സമയത്ത് തഥാഗതൻ ആ വ്യക്തിയെ വീണ്ടും മുന്നോട്ട് നയിക്കുന്നു. ഭിക്ഷു വരൂ, ഇന്ദ്രിയേസു ഗുപ്തദ്വാരോ ഹോതി. ഇനി താങ്കൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, അതിനെ സംവരണം ചെയ്യുക. ചക്ണ രൂപം ദിസ്വ മാ നിമിത്തഗാഹി ഹോഗി മാഹി ഭഞ്ജനഗാഹി. ചക്ഷുവിനാൽ രൂപം കാണുന്ന സമയത്ത് ആ നിമിത്തത്തെ ഗ്രഹിക്കരുത്, അതിനെ പറ്റി ചിന്തിക്കരുത്. എന്തെന്നാൽ അതിനെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് അകുശലങ്ങളായിട്ടുള്ള പാപക ധർമ്മങ്ങൾ ഉള്ളിൽ പോകും. അപ്പോൾ പാപങ്ങൾ വർദ്ധിക്കും. അതേപോലെ തന്നെ ബാക്കിയുള്ള 6 ഇന്ദ്രിയങ്ങളിലും വരുന്ന കാര്യങ്ങൾ അതിനെ ഗ്രഹിക്കരുത്, അതിൻ്റെ വിഷയങ്ങളിൽ പെടരുത് എന്ന് പറയുന്നു. ഇതിൽ ബാക്കിയുള്ള ഭാഗം മുഴുവൻ ഗണകമുഗല്ലാന സൂത്രത്തിനെ പോലെ തന്നെയാണ്. അതിനാൽ ഞാനിവിടെ പൂർണ്ണമായിട്ട് വിസ്തരിക്കുന്നില്ല. അടുത്തതായിട്ട് പറയുന്ന ഇന്ദ്രിയ സംവരണമാണ്. 6 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ പറയുന്നു, വിഷയങ്ങളിൽ ഒരിക്കലും പെടരുത് എന്ന് പറയുന്നു. അതിനുശേഷം 5 നീവരണങ്ങളെ ഇല്ലാതാക്കാൻ പറയുന്നു.
അപ്പോൾ ആ ഭിക്ഷു ഈ 5 നീവരണങ്ങളെയും ഇല്ലാതാക്കി ചിത്തത്തിനെ പരിശുദ്ധമാക്കുന്നു. എന്തെന്നാൽ ഈ നീവരണങ്ങൾ ചിത്തത്തിൻ്റെ ഉപക്ലേശമാണ്, അത് പ്രജ്ഞയെ ദുർബലമാക്കുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. അതായത് നമ്മൾക്കറിയാം 5 നീവരണങ്ങൾ ഏതൊക്കെയാണെന്ന്. കാമചന്തം, വ്യാപാദം, അതായത് രാഗദ്വേഷം, തീനമിത്ത, ശരീരത്തിലും മനസ്സിലുമുള്ള ആലസ്യം, ഉദ്ദച്ച കുക്കുച്ചം, ഇരിക്കപ്പുറതിയില്ലായ്മ, വിചികിച്ച, സംശയം. ഇതാണ് 5 നീവരണങ്ങൾ. ഇന്ന് മിക്ക ധ്യാനം ചെയ്യുന്ന വ്യക്തികളും അതേപോലെ തന്നെ ധ്യാന ഗുരുക്കന്മാരും ധ്യാനിക്കുന്ന സമയത്ത് തന്നെ ഉറങ്ങാറുണ്ട്. നമ്മളത് പ്രത്യേകം ശ്രദ്ധിച്ച് കാണും. അതായത് അവർ ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടുള്ളതാണ്, 100-ൽ കൂടുതൽ കോഴ്സുകൾ ചെയ്തിട്ടുണ്ടാവാം. എങ്കിലും അവർ ഇരുന്ന് ഉറങ്ങുന്നത് നമ്മൾ കാണാറുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇപ്പോഴും ഇത് ഒരു നീവരണമാണ് എന്ന് മനസ്സിലായിട്ടില്ല. അതുകൂടാതെ ആ വ്യക്തി ചെയ്യുന്ന അഭ്യാസം ആ 5 നീവരണങ്ങളെ കൂടി ഇതുവരെ മാറ്റിയിട്ടില്ല. സാധാരണയായിട്ട് ഇത്തരം ധ്യാന ഗുരുക്കന്മാരും അവരിൽ നിന്ന് വിദ്യ അഭ്യസിക്കുന്നവരും ഇങ്ങനെയാണ് വിചാരിക്കുന്നത്: മനസ്സിൽ രാഗദ്വേഷം ഉണ്ടാകാതെ നമ്മൾ സംരക്ഷിക്കണം. അവർ അതിനുവേണ്ടി മാത്രമാണ് അവർ പ്രയത്നിക്കുന്നത്. പക്ഷേ ഉറക്കം ഒരു വലിയ പ്രശ്നമായിട്ട് അവർക്ക് തോന്നുന്നതേയില്ല. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ധീനമിത്ത ഉറക്കം എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള വസ്തുത. ഇനിയെങ്കിലും ധ്യാനിക്കുന്നവർ ഉറങ്ങുന്ന സമയത്ത് അത് നീവരണമാണ് എന്ന് മനസ്സിലാക്കി അതിനെ പുറത്തു വരാൻ അവർ ശ്രമിക്കണം. ഏറ്റവും അകുശലമായിട്ട് ധർമ്മമാണ് ഇത് എന്ന് മനസ്സിലാക്കണം. കാരണം ഇവിടെ സതിയോ സമ്പജന്യമോ രണ്ടും ഉണ്ടാകുന്നില്ല. പ്രജ്ഞ ഇവിടെ ഒട്ടും തന്നെ ഉണ്ടാകുന്നില്ല. നീവരണമാണ്, അതായത് അകുശല ധർമ്മമാണ്, പാപധർമ്മമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് അവർ അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കണം. അടുത്തതായിട്ട് അവർ കായാനുപസന ചെയ്യുന്നു. സതി സമ്പജന്യം അവർക്കുണ്ട്. ഈ ലോകത്തിൽ അഭിജ, അതായത് എൻ്റെ എന്ന ഭാവമില്ല, ദോർമനസം ഇല്ല. അടുത്തത് അവർ വേദനാനുപസന ചെയ്യുന്നു, ചിത്താനുപസന ചെയ്യുന്നു, ധമ്മാനുപസന ചെയ്യുന്നു. ആതാപി സമ്പജാനോ സതീമ വിനയ്യ ലോകേ അഭിജ ദോമനസം. അവർ പ്രയത്നത്തോടുകൂടി സതി സമ്പജന്യത്തോടുകൂടി ആസക്തിയില്ലാതെ ദോർമനസമില്ലാതെ ഈ 4 സതിപഠാനവും ചെയ്യുന്നു. അതായത് ശീലവാനായി അതിനുശേഷം ഇന്ദ്രിയ സംവരം ചെയ്തു, 5 നീവരണങ്ങളെ ഇല്ലാതാക്കി, അതിനുശേഷം ഈ 4 സതിപഠാനത്തെ ചെയ്തു. അഗ്നിവേശന, ഈ സതിപഠാനം ഇതുപോലെ തന്നെയാണ്. ആനയെ മെരുക്കുന്ന ഒരു വ്യക്തി ഒരു വലിയ മരക്കഷ്ണത്തെ ഭൂമിയിൽ കുഴിച്ചിട്ടു. എന്നിട്ട് ആനയെ അതിൽ പിടിച്ച് കെട്ടി, കഴുത്തിൽ പിടിച്ച് അതിൽ കെട്ടിയിട്ടു. എന്നിട്ട് അതിൻ്റെ കാട്ടിലെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കുന്നു. കാട്ടിലെ അതിൻ്റെ ഓർമ്മകളും ചിന്തകളും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. കാട്ടിലെ പ്രയാസം, കാട്ടിലെ ക്ഷീണം, അതേപോലെ തന്നെ കാട്ടിനോടുള്ള ആസക്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതിനെ ഗ്രാമത്തിൽ സന്തുഷ്ടനാകാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ മനുഷ്യർക്ക് യോജിച്ച രീതിയിൽ പെരുമാറാൻ വേണ്ടിയിട്ടാണ് അതിനെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് അഗ്നിവേശ. ഈ ആര്യശ്രാവകൻ ഈ 4 തരത്തിലുള്ള സതിപഠാന ധ്യാനത്തെ അഭ്യസിക്കുന്ന സമയത്ത് മനസ്സിനെ ഈ 4 സതിപഠാനത്തിൽ നിർത്തുന്നു. അതുമൂലം ഗൃഹസ്ഥ ജീവിതത്തിലെ പെരുമാറ്റം ആ വ്യക്തിയിൽ ഇല്ലാതാക്കപ്പെടുന്നു. ഗൃഹസ്ഥ ജീവിതത്തിലെ ഓർമ്മകളും ചിന്തകളും ആ മനുഷ്യനിൽ ഇല്ലാതാകുന്നു. ഗൃഹസ്ഥ ജീവിതത്തിലെ പ്രയാസം, ക്ഷീണം, അതേപോലെ തന്നെ ഗൃഹസ്ഥ ജീവിതത്തോടുള്ള ആസക്തി ഇല്ലാതാവുന്നു. ജ്ഞാനത്തെ ആ വ്യക്തി കാണുന്നു, നിർവ്വാണത്തെ ആ വ്യക്തി മനസ്സിലാക്കുന്നു. നിർവ്വാണത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ആ വ്യക്തി യത്നിക്കുന്നു. അപ്പോൾ ആ വ്യക്തിയെ തഥാഗതൻ വീണ്ടും പ്രശിക്ഷണം കൊടുക്കുന്നു. ഭിക്ഷു, താങ്കൾ ശരീരത്തിൽ ശരീര അനുപസന ചെയ്തുകൊണ്ട് വിഹരിക്കുക. കായേ കായാനുപസ്സി വിഹരതി മാച കാമോപസംഹിതം വിതക്കം വിതക്കേസി. ഇന്ദ്രിയസുഖങ്ങളെ പറ്റിയുള്ള ചിന്തകൾ മനസ്സിൽ ഒരിക്കലും ചിന്തിക്കരുത്. അതേപോലെ തന്നെ വേദനയിൽ വേദനാനുപസന ചെയ്യാൻ പറയുന്നു, ചിത്തത്തിൽ ചിത്താനുപസന ചെയ്യാൻ പറയുന്നു, ധർമ്മത്തിൽ ധർമാനുപസന ചെയ്യാൻ പറയുന്നു. ഇന്ദ്രിയ സംബന്ധമായിട്ടുള്ള ചിന്തകളെ മനസ്സിൽ ഒരിക്കലും ചിന്തിക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ മനസ്സ് ആ രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത്, ശാന്തമാകുന്ന സമയത്ത് അവർ 2ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അതായത് ഇപ്പോൾ വിതർക്ക വിചാരങ്ങൾ സമാപ്തമായി. അപ്പോൾ ആ വ്യക്തി 2ാമത്തെ ധ്യാനത്തിലെത്തുന്നു, 3ാമത്തെ ധ്യാനത്തിലെത്തുന്നു, 4ാമത്തെ ധ്യാനത്തിലെത്തുന്നു. അവരുടെ മനസ്സ് ആ 4ാമത്തെ ധ്യാനത്തിൽ ഉള്ള സമയത്ത് അത് വളരെ പരിശുദ്ധമാണ്, ഉജ്ജ്വലമാണ്, കളങ്കമില്ലാത്തതാണ്, ദോഷമില്ലാത്തതാണ്, മൃദുവാണ്, ജോലി ചെയ്യിക്കാവുന്നതാണ്, നേരെയുള്ളതാണ്, അനക്കമില്ലാത്തതാണ്. അപ്പോൾ ആ മനസ്സിനെ അവർ പൂർവ്വജന്മത്തെ ഓർക്കാൻ വേണ്ടി നിയോഗിക്കുന്നു. അപ്പോൾ
നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പൂർവ്വജന്മങ്ങളെ ആ വ്യക്തിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നു. അവരുടെ മനസ്സ് ആ രീതിയിലുള്ള സമാധിയിൽ ഉള്ള സമയത്ത് അവർ അതിനെ മരണം, അതേപോലെ തന്നെ ജനനം, പ്രാണികളുടെ മരണ ജനന സത്യത്തിലേക്ക് മനസ്സിനെ നിയോഗിക്കുന്നു. അപ്പോൾ ദിവ്യമായിട്ടുള്ള ചക്ഷുവിനാൽ അവർക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഓരോ ജീവികളും സ്വന്തം നല്ലതും ചീത്തയുമായിട്ടുള്ള കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നല്ലതും ചീത്തയുമായിട്ടുള്ള ജന്മങ്ങൾ കിട്ടുന്നത് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നു. അവരുടെ മനസ്സ് ആ രീതിയിലുള്ള സമാധിയിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് അവർ ആസവക്ഷയം, ആ ജ്ഞാനത്തിലേക്ക് മനസ്സിനെ നയിക്കുന്നു. അതായത് സ്വന്തം ഉള്ളിലെ ആസവങ്ങൾ, കളങ്കങ്ങൾ എത്രമാത്രം ക്ഷയിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് മനസ്സിനെ നിയോഗിക്കുന്നു. അപ്പോൾ അവർക്ക് ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുന്നു, ഇത് ദുഃഖമാണ്, ദുഃഖത്തിൻ്റെ സമുദയമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിരോധമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിരോധനത്തിനുള്ള മാർഗമാണ് എന്ന് മനസ്സിലാകുന്നു. അവർ സത്യമായിട്ടും ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഇത് ആസവമാണ്, ഇത് ആസവങ്ങളുടെ സമുദയമാണ്, ഇത് ആസവങ്ങളുടെ നിരോധമാണ്, ഇത് ആസവത്തിൻ്റെ നിരോധത്തിനുള്ള മാർഗമാണ്. ഇങ്ങനെ അറിയുന്ന സമയത്ത്, കാണുന്ന സമയത്ത് അവരുടെ മനസ്സ് കാമാസവത്തിൽ നിന്നും ഭവാസവത്തിൽ നിന്നും അവിദ്യാസവത്തിൽ നിന്നും വിമുക്തമാകുന്നു. വിമുക്തമാകുന്ന സമയത്ത് ഞാൻ വിമുക്തനായി എന്ന് ഉള്ള ജ്ഞാനം ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ മനസ്സിലാക്കുന്നു, പുനർജന്മം അവസാനിച്ചു, ബ്രഹ്മചര്യ ജീവിതം പൂർത്തിയായി, ഏതൊന്ന് ചെയ്യണമോ അത് ചെയ്തു, ഇനി തനിക്ക് ഒരു ഭവത്തിലും പുനർജന്മം ഇല്ല. ആ ഭിക്ഷു തണുപ്പിനെ, ചൂടിനെ, വിശപ്പിനെ, ദാഹത്തിനെ, ഈച്ചകളെ, കൊതുകുകളെ, കാറ്റിനെ, സൂര്യപ്രകാശത്തെ, ഇഴജന്തുക്കളെ, അതേപോലെ തന്നെ ഏറ്റവും നിന്ദ്യവും കടുത്തതുമായിട്ടുള്ള വാക്കുകളെ സഹിക്കാൻ ആ വ്യക്തിക്ക് ശക്തി ഉണ്ടാകുന്നു. അതുകൂടാതെ ഏത് തരത്തിലുള്ള ശാരീരിക വേദനകളും, അത് എത്ര തന്നെ കടുത്തതായാലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിലും, എത്ര തീവ്രമാണെങ്കിലും, എത്ര തന്നെ അസുഖകരമാണെങ്കിലും, എത്ര തന്നെ അനുകൂലം അല്ലെങ്കിലും, എത്ര തന്നെ ജീവന് ഭീഷണി ഉണ്ടാക്കുന്നതായാലും ആ വ്യക്തിക്ക് ആ ശാരീരിക വേദനകളെ സഹിക്കാനുള്ള ക്ഷമതയുണ്ടാകുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് എല്ലാ രാഗവും ദ്വേഷവും ഇല്ലാതാകുന്നു, എല്ലാ ദോഷങ്ങളും ഇല്ലാതാകുന്നു. അവരെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ യോഗ്യരാണ്, ദക്ഷിണ കൊടുക്കാൻ യോഗ്യരാണ്, സത്കരിക്കാൻ യോഗ്യരാണ്, അവരെ കൈകൂപ്പാൻ യോഗ്യരാണ്. അവർ ലോകത്തിലെ ഏറ്റവും അനുത്തരമായിട്ടുള്ള പുണ്യക്ഷേത്രമാണ് അവർ. അഗ്നിവേശന, രാജാവിൻ്റെ ഒരു ആന അതിനെ മെരുക്കിയിട്ടില്ല, അതിനെ പഠിപ്പിച്ചിട്ടില്ല. ആ ആന മരിക്കുകയാണെങ്കിൽ അത് വാർദ്ധക്യം മൂലമായിരിക്കാം, അല്ലെങ്കിൽ മധ്യവയസ്സിലായിരിക്കാം, അല്ലെങ്കിൽ ചെറുതായിരിക്കുമ്പോൾ തന്നെ ആന മരിച്ചു പോകാം. അപ്പോൾ ആൾക്കാർ ആ ആനയെപ്പറ്റി ഇങ്ങനെ വിചാരിക്കുന്നു, അത് രാജാവിൻ്റെ ആനയായിരുന്നു, അത് മെരുക്കാതെ അഭ്യസിക്കാതെ അത് മരിച്ചുപോയി. അതേപോലെ തന്നെ അഗ്നിവേശന, ഒരു ഭിക്ഷു, ആ ഭിക്ഷു ആസവങ്ങളെ ക്ഷയിപ്പിക്കാതെ മരിച്ചു പോവുകയാണ്. വാർദ്ധക്യത്താലായിരിക്കാം, മധ്യവയസ്സിലായിരിക്കാം, അല്ലെങ്കിൽ യൗവനത്തിൽ തന്നെ ആയിരിക്കാം. അപ്പോൾ ആൾക്കാർ ആ ഭിക്ഷുവെ പറ്റി ഇങ്ങനെയായിരിക്കും ചിന്തിക്കുക, ആ വ്യക്തി തന്നെ മെരുക്കാതെയാണ് മരിച്ചുപോയത്. അതേപോലെ തന്നെ അഗ്നിവേശന, ഒരു രാജാവിൻ്റെ ആന അതിനെ നല്ലപോലെ മെരുക്കിയിട്ടുണ്ട്, നല്ലപോലെ അഭ്യസിപ്പിച്ചിട്ടുണ്ട്. ആ ആന വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ മധ്യവയസ്സിൽ അല്ലെങ്കിൽ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ ആ ആന മരിച്ചു പോവുകയാണെങ്കിൽ ആൾക്കാർ ആ ആനയെപ്പറ്റി ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, മെരുക്കിയിട്ടുള്ള രാജാവിൻ്റെ ആനയാണ് മരിച്ചത്. ഇതുപോലെ തന്നെ അഗ്നിവേശന, ഒരു ഭിക്ഷു ആസവങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് മരിക്കുകയാണ്. വാർദ്ധക്യത്തിലാണ് ആ ഭിക്ഷു മരിച്ചത്, മധ്യവയസ്സിലാണ് അല്ലെങ്കിൽ യൗവനത്തിലാണ് ആ ഭിക്ഷു മരിച്ചത് എങ്കിൽ ആൾക്കാർ ആ വ്യക്തി സ്വയം തന്നെ മെരുക്കിയിട്ടാണ് മരിച്ചുപോയത് എന്ന് മനസ്സിലാക്കുന്നു. അതാണ് ഭഗവാൻ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അചരവത എന്ന് പറയുന്ന ആ ശ്രാമണേരൻ, ആ ഭിക്ഷു തൃപ്തനായി. ഭഗവാൻ പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം സന്തുഷ്ടനായി. ദന്തഭൂമി സുത്തം നിഠിതം. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെയുള്ള കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയത്തേക്ക് നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം.
ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.